to wow max exercise 3.1 എല്ലാവർക്കും crystal clear അല്ലേ? So here we move on to the second section, that is trigonometric functions. Introduction video കണ്ടിരുന്ന എല്ലാ സ്റ്റുഡൻസിനും അറിയാമല്ലോ ഒരു ക്വാഡ്രന്റിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞിരുന്നു, റൈറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, റൈറ്റ്? എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ? എക്സ് ആക്സിസ് കാണും, വൈ ആക്സിസ് കാണും. സോ നമുക്കത് ഡിസ്കസ് ചെയ്താലോ? സോ നോക്കിക്കേ, ഇവിടെ എന്തായിരിക്കും? എക്സ് ആക്സിസ്, റൈറ്റ്? ദാറ്റ് ഈസ് പോസിറ്റീവ് ആക്സിസ്, ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി നെഗറ്റീവ് ആക്സിസ്. വൈ ആക്സിസ് ഇവിടെ പോസിറ്റീവ് വൈ ആക്സിസ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് വൈ ആക്സിസ് ആയിരിക്കും, അല്ലേ? അപ്പൊ ഇത്രയും അറിയാമല്ലോ, അല്ലേ? ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ 4 ക്വാഡ്രൻസ് ഉണ്ട്, റൈറ്റ്? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ആ 4 ക്വാഡ്രന്റിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് എക്സസൈസ് 3.2 ഓരോ പ്രോബ്ലമും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രാഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ 3.2 എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ വേണ്ടി ഈ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ, ക്ലിയർ? നോക്കിയേ, ഇനി എന്താണ് ഞാൻ പറഞ്ഞിരുന്നത്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ റോമൻ ന്യൂമറൽസ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് ഇത്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, തേർഡ് ക്വാഡ്രന്റ്. സോ ഹിയർ ഇറ്റ് വിൽ ബി ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, 4 ക്വാഡ്രന്റ്സ് ഉണ്ട്. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് എ സർക്കിൾ ഹൗ മച്ച്? 360 ഡിഗ്രി, റൈറ്റ്? അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇങ്ങനെ ഒരു നോക്കിക്കേ ഒരു സർക്കിൾ ആയിട്ട് അസൈൻ ചെയ്തൂടെ, റൈറ്റ്? അല്ലേ, ഒരു സർക്കിൾ അല്ലേ? അപ്പം let's start with 0 degree, right? Starting from here 0 degree, and here will be what? 90 degree, right? And here right angle, right? ഇനി അടുത്ത് ഇവിടെ എന്ത് വരും? 180 degree. ഇവിടെ എന്ത് വരും? That is adding 90 degree to each. Look, ഇവിടെ right angle അല്ലേ 90 degree. ഇവിടെ again adding 90 degree, and here it will be 360 degree. അപ്പം ക്ലിയർ ആയില്ല മക്കളെ? നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ എങ്ങനെയാണ് ഈ വാല്യൂസ് അസൈൻ ചെയ്തതെന്നുള്ളത്? ഓക്കെ, സോ എക്സ് ആക്സിസിൽ എന്ത് വരും? പോസിറ്റീവ് എക്സ് ആക്സിസിൽ എന്ത് വരും? 0 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. വൈ ആക്സിസിൽ 90 ഡിഗ്രി, നെഗറ്റീവ് എക്സ് ആക്സിസിൽ 180 ഡിഗ്രി, ആൻഡ് ഹിയർ 270 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ എല്ലാം റേഡിയൻസിനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന്, അല്ലേ? റേഡിയൻസ് റിലേറ്റ് ചെയ്ത് വരും. അപ്പം നമുക്കിത് റേഡിയൻസ് ഇൻ ടേംസ് ഓഫ് റേഡിയൻസ്, സോ നമുക്കിത് ഇൻ ടേംസ് ഓഫ് റേഡിയൻസ് എഴുതിയാലോ? 2π, and here it will be what? Pi by 2, and here pi, and here what? 3π/2. സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി അടുത്തത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഓരോ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ് ഓർത്തിരിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും നമ്മൾ പറഞ്ഞു 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ടല്ലേ? സൈൻ, കോസ്, ടാൻ, കൊസിക്, സീക്, കോട്ട്, റൈറ്റ്? ആ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയിരിക്കും ഏതിലും? ഫസ്റ്റ് ക്വാഡ്രന്റിലും. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഹിയർ ഓൾ പോസിറ്റീവ്. ഹിയർ എന്തായിരിക്കും? സൈനും കൊസീക്കും ആയിരിക്കും പോസിറ്റീവ്, കേട്ടോ? ഓർത്തിരിക്കുക എന്താണ് സൈനും കൊസീക്കും. സൈനിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണ്? കൊസീക്, റൈറ്റ്? കോസിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണ്? സീക്. ടാനിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണ്? കോട്ട്. എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണോ? അല്ലല്ലോ, അല്ലേ? 10th നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ 10th ടോപ്പിക്കിൽ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, കേട്ടോ? സോ നോക്കിക്കേ, അപ്പം സൈന് കോസിക്കുമാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്. ഇനി അടുത്ത എന്താന്ന് നോക്കിയേ, ടാനും കോട്ടുമായിരിക്കും പോസിറ്റീവ്. അതായത് ടാനിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്താണ്? കോട്ടാണ്. തേർഡ് ക്വാഡ്രന്റിൽ എന്താണ്? ടാനും കോട്ടും പോസിറ്റീവ്. ഇവിടെ എന്തായിരിക്കും? കോസും സീക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ ഏതാണ് പോസിറ്റീവ്? കോസ് ആൻഡ് സീക്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? നോക്കിക്കേ, ഓൾ പോസിറ്റീവ് ആയിരിക്കും ഫസ്റ്റ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ആൻഡ് കൊസീക് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റ് വാട്ട്? ടാൻ ആൻഡ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് കോട്ട്, ആൻഡ് കോസ് ആൻഡ് സീക്. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി നോക്കിക്കേ, ASTC. അതായത് ചെറിയൊരു ട്രിക്കാണ്. നമ്മൾ മിക്ക കുട്ടികളും മറക്കുന്ന ഒരു കാര്യമാണ്. ഈ ഏതാണ് പോസിറ്റീവ് എന്ന്, ഏത് ക്വാഡ്രന്റിലാണ് പോസിറ്റീവ് എന്ന് ഡൗട്ട് വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് ASTC, ദാറ്റ് ഇസ് ഓൾ പോസിറ്റീവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ ആൻഡ് കൊസീക്, നെക്സ്റ്റ് ടാൻ ആൻഡ് കോട്ട്, ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് ഫോർത്ത് ക്വാഡ്രന്റ് കോസ് ആൻഡ് സീക്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി
all students talk in class. Obviously talk ചെയ്യും അല്ലേ? അപ്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ട്രിക്കാണ് ഇത്. All students talk in class. ഇത് ഓർത്തിരിക്കുക. അപ്പം ASTC. All students talk in class. അപ്പം അത് ക്ലിയർ ഔട്ട് ആയില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റിലോട്ട് നമുക്ക് ജമ്പ് ഔട്ട് ചെയ്താലോ? ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഒരു സെക്ഷൻ, ഈ ഒരു ക്വാഡ്രന്റിൽ എത്രയായിരിക്കും ഡിഗ്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ 0 to 90 ഡിഗ്രി എന്ന് എഴുതിക്കൂടെ? റൈറ്റ്. എന്തായിരിക്കും മെഷർമെന്റ്? 0 to 90 ഡിഗ്രി. റൈറ്റ്. ഇനി അടുത്ത എന്ത് വരും? ഹിയർ വാട്ട്? 90 to 180 ഡിഗ്രി എഴുതിക്കൂടെ? ദാറ്റ് ഈസ് π/2 to π. ഇവിടെ എന്തായിരിക്കും ഡിഗ്രി മെഷർ? 180 ഡിഗ്രി to 270 ഡിഗ്രി. റൈറ്റ്. ഹിയർ വാട്ട്? 270 ഡിഗ്രി to 360 ഡിഗ്രി. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? സോ ഇൻ ദിസ് ക്വാഡ്രന്റ് ഈ ഒരു മെഷർമെന്റ് ആയിരിക്കും അല്ലെ? 90 മൈനസ് തീറ്റ. റൈറ്റ്. അതായത് തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്, ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ. സോ ദാറ്റ് ഇസ് 90 മൈനസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്ത് നോക്കിക്കേ, 90 മൈനസ് തീറ്റ എന്ന് എഴുതണ്ട, നിങ്ങൾക്ക് π/2 മൈനസ് തീറ്റ ആയിരിക്കും എളുപ്പം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞു റേഡിയൻസിൽ നമ്മൾ എപ്പോഴും എഴുതി ശീലിക്കുക കേട്ടോ. സോ what will be here? π/2 minus theta, right? അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ എങ്ങനെ എഴുതാം? 90 പ്ലസ് തീറ്റ അല്ലേ? 90 പിന്നെ പ്ലസ് 90 ഡിഗ്രി. സോ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? 90 പ്ലസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് π/2 പ്ലസ് തീറ്റ. റൈറ്റ്. അതുപോലെ തന്നെ പിന്നെ ഏതും കൂടെ ഉണ്ട്? 180 ഡിഗ്രി ഉണ്ട് അല്ലേ? ദാറ്റ് ഈസ് π മൈനസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ടു സെക്ഷൻസ് ഉണ്ട് അല്ലേ? വൈ ആക്സിസും ഉണ്ട്, എക്സ് ആക്സിസും ഉണ്ട്. വൈ ആക്സിസിൽ എത്രയാണ്? 90 ഡിഗ്രിയുടെ മെഷർമെന്റ് നമ്മൾ എങ്ങനെ എഴുതി? π/2 പ്ലസ് തീറ്റ. റൈറ്റ്. തീറ്റ എന്ന് പറയുന്നത് അക്യൂട്ട് ആംഗിൾ ആണ്, ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പൊ നോക്കിയേ, എക്സ് ആക്സിസിൽ എന്ത് വരും? 180 ഡിഗ്രി വരും. ദാറ്റ് ഈസ് π മൈനസ് തീറ്റ. റൈറ്റ്. π മൈനസ് തീറ്റ അല്ലേ വരുന്നത്? 180 മൈനസ് 90 ഡിഗ്രി ആംഗിൾസ് അല്ലേ ഈ ഒരു ക്വാഡ്രന്റിൽ വരുന്നത്? ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ ക്വാഡ്രന്റ് ഒന്ന് നോക്കിക്കേ, എന്ത് വരും? 180 ഡിഗ്രിയിൽ എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? π പ്ലസ് തീറ്റ അല്ലേ? 180 പ്ലസ് തീറ്റ ആയിരിക്കുമല്ലോ ഈ ക്വാഡ്രന്റിൽ. അതുപോലെ തന്നെ എങ്ങനെ എഴുതാം? 270 മൈനസ് തീറ്റ എന്ന് എഴുതാം. റൈറ്റ്. 3π/2 മൈനസ് തീറ്റ. മനസ്സിലായോ? ഇനി അടുത്ത നോക്കിയേ, ഇവിടെ എങ്ങനെ എഴുതാം? 270 ഡിഗ്രി ഉണ്ട്, 360 ഡിഗ്രി ഉണ്ട് അല്ലേ? അപ്പൊ 270 ഡിഗ്രിയിൽ എങ്ങനെയാണ്? 270 ഡിഗ്രി പ്ലസ് തീറ്റ ആയിരിക്കും ഈ ഒരു ക്വാഡ്രന്റിലെ ഫുൾ മെഷർമെന്റ്. ദാറ്റ് ഇസ് 3π/2 പ്ലസ് തീറ്റ. റൈറ്റ്. ഡൗട്ട് ഉണ്ടോ? അപ്പം ഇനി അടുത്ത എന്ത് വരും? ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത എന്ത് വരും? 2πയുടെ ടേംസിൽ എങ്ങനെ എഴുതാം? 2π മൈനസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? അല്ലേ? ഡൗട്ട് ഉണ്ടോ? 2π മൈനസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ഇനി അടുത്ത് നോക്കി, ഇവിടെ നമ്മൾ ഒന്ന് മിസ് ഔട്ട് ആയി. റൈറ്റ്. നോക്കിയേ, 90 ഡിഗ്രിയുടെ മാത്രമേ ഉള്ളൂ. അപ്പൊ 360 ഡിഗ്രിയുടെ നമുക്ക് എഴുതണ്ടേ? 360 ഡിഗ്രി ഇവിടെ എങ്ങനെ എഴുതാം? 2π പ്ലസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? റൈറ്റ്. അതായത് 360 പ്ലസ് 90 അഗെയിൻ നമുക്ക് 450 ആകും. അങ്ങനെ ഈ സർക്കിൾ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നമുക്ക് ബേസിക് ആയിട്ട് കോമൺ ആംഗിൾസ് അപ് ടു 360 ഡിഗ്രി വരെ പഠിച്ചാൽ മതി. ഓക്കെ. സോ 2π പ്ലസ് തീറ്റ. അപ്പൊ ഇത്രയും ക്ലിയർ ഔട്ട് ആയാലോ? ഇനി ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓരോ പോയിന്റ്സ് ആയിട്ടും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക ഓരോന്നും. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി അടുത്ത ഒരൊറ്റ പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. ഈവൻ നമ്പർ എന്ന് പറയുന്നത്, ഈവൻ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് പഠിക്കണം. അത് ഈ എക്സസൈസിലുള്ള ഒരു പ്രോബ്ലത്തിനകത്ത് സോൾവ് ചെയ്യേണ്ടതാണ്. അപ്പം ഈവൻ നമ്പറിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 2n റെപ്രസെന്റ് ചെയ്തൂടെ അല്ലേ? അപ്പം 2n ഇൻറ്റു പൈ പ്ലസ് തീറ്റയും ഈ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് കേട്ടോ. 2n പൈ പ്ലസ് തീറ്റയും ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ലാസ്റ്റ് ക്വാഡ്രന്റ് അതായത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് 2n പൈ മൈനസ് തീറ്റ. അതായത് ഈവൻ നമ്പർ പ്ലസ് തീറ്റ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും ഈവൻ നമ്പർ മൈനസ് തീറ്റ വരുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലുമാണ്. അപ്പം ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയില്ലേ? ഇനി സംശയമുണ്ടോ? ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സൈനും കോസും ടാനും കൊസീക്കും സീക്കും കോട്ടിനും അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. ബാക്കി അത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെരി ഈസിയാണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു ഗ്രാഫ് ബൈ ഹാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എഴുതി ചെയ്യണം. ഡു പ്രാക്ടീസ്. ഓക്കെ. സോ നമുക്ക് എങ്ങനെയാണ് സൈൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ?
അപ്പോൾ നിങ്ങൾക്ക് ഈച്ച് ക്വാഡ്രന്റ് ക്ലിയർ ഔട്ട് ആയില്ലേ? ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് ഈ വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് അല്ലേ. വൈ ആക്സിസിൽ എന്താണ് π/2 ടേംസിലാണ് അല്ലേ. എക്സ് ആക്സിസിൽ നോക്കി π/2 ടേംസ് അല്ല വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ എന്തായിരിക്കും പൈ ഇൻ ടേംസ് ഓഫ് പൈ ആണ്. ക്ലിയർ ഔട്ട് അല്ലേ? നോക്കിക്കേ, ഇൻ ടേംസ് ഓഫ് പൈ അല്ലേ. അപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പൈ ടേംസിൽ വരുമ്പോൾ there is no conversion. Look, conversion ഉണ്ടാവില്ല. നെക്സ്റ്റ് π/2 ടേംസ് ആണെങ്കിൽ there will be conversion. That is conversion means check out sin cos ആകും, cos sin ആകും. ഓക്കെ, കൺവേർഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇൻ പൈ ടേംസിലാണെങ്കിൽ there is no conversion. π/2 ടേംസിലാണെങ്കിൽ there is conversion. Look, അതായത് കൺവേർഷൻ സംഭവിക്കുന്നത് പറഞ്ഞാൽ സൈൻ കോസ്, കോസ് സൈൻ ആകും. അടുത്ത എന്ത് വരും? കൊസീക്, സീക്ക് ആകും, സീക്ക് കൊസീക് ആകും. കൺഫ്യൂഷൻ ആയോ? ടാൻ കോട്ട് ആകും. നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കിയാൽ മതി, അപ്പൊ ക്ലിയർ ഔട്ട് ആകും. നോക്കി, ഇത് തന്നെ എഴുതി നോക്കുക. സൈന് കോസ് ആകും, കോസ് എന്താകും? സൈൻ ആകും. കൊസീക്ക് എന്താകും? സീക്ക് ആകും, സീക്ക് കൊസീക്ക് ആകും. ടാൻ കോട്ട് ആകും, കോട്ട് ടാൻ ആകും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് സൈൻ അപ്ലൈ ചെയ്താലോ? സൈൻ ഓഫ് π/2, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വാഡ്രന്റ് എഴുതാം, ശ്രദ്ധിച്ചിരിക്കണേ. ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കിക്കേ, സൈൻ ഓഫ് π/2 മൈനസ് തീറ്റ. നോക്കിക്കേ, സൈൻ ഓഫ് π/2 മൈനസ് തീറ്റ. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റില് സൈൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഓൾ പോസിറ്റീവ് ആണ്. അപ്പൊ ആ ഒരു ക്വാഡ്രന്റ് നമുക്ക് ടെൻഷൻ അടിക്കുകയോ വേണ്ട. എന്താണ്? എല്ലാം പോസിറ്റീവ് ആണ്. അപ്പം കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാം പോസിറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. നോക്കേ, ഇപ്പൊ സൈൻ ഓഫ് π/2 മൈനസ് തീറ്റ. അപ്പൊ നമ്മൾ നോക്കണം, π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർഷൻ ഉണ്ട്, റൈറ്റ്? കൺവേർഷൻ ഉണ്ടെങ്കിൽ സൈൻ ഓഫ് π/2 മൈനസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ, റൈറ്റ്? കൺവേർഷൻ ഉള്ളതുകൊണ്ട് കോസ് തീറ്റ എന്ന് എഴുതി. അടുത്ത എന്ത് വരും? Cos of π/2 minus theta. What is that? Sin theta, right? Conversion വന്നോണ്ടാണ്. Sin cos ആകും, cos sin ആകും, cosec sec ആവും പറഞ്ഞില്ലേ. ഇനി അടുത്ത നോക്കിയേ, tan of π/2 minus theta എന്തായിരിക്കും? ഒബ്വിയസ്ലി എന്തായിരിക്കും? cot theta. സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമുക്ക് നോക്കിയേ, അടുത്ത ഫംഗ്ഷൻ എവിടെ അപ്ലൈ ചെയ്യണം? 2π പ്ലസ് തീറ്റ കൊടുക്കണം. ഓക്കെ, സൈൻ ഓഫ് 2π പ്ലസ് തീറ്റ. 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് പൈ ആണ്. പൈ ടേംസിൽ വന്നാൽ എന്താണ്? ദർ ഇസ് നോ കൺവേർഷൻ. അതായത് സൈൻ എന്താണ്? സൈൻ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ലുക്ക്, സൈൻ തീറ്റ ഇറ്റ്സെൽഫ്. നെക്സ്റ്റ്, കോസ് ഓഫ് 2π പ്ലസ് തീറ്റ. വാട്ട്? cos theta itself. then നിങ്ങളെല്ലാം ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ മനസ്സിലാവത്തുള്ളൂ, നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് tan ഓഫ് 2π പ്ലസ് തീറ്റ എന്താണ്? tan theta itself. അല്ലേ? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്താലോ? സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കി, സെക്കൻഡ് ക്വാഡ്രന്റ് I am writing. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഡിഗ്രി വാല്യൂസ്? π/2 പ്ലസ് തീറ്റ ആൻഡ് പൈ മൈനസ് തീറ്റ. ഒബ്വിയസ്ലി സ്പീഡ് ആവുമല്ലോ അല്ലേ? സൈൻ ഓഫ് π/2 പ്ലസ് തീറ്റ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് നോക്കണം? കൺവേർഷൻ ആണോ നോക്കണം. π/2 വരുമ്പോൾ കൺവേർഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ സൈൻ തീറ്റ എന്താകും? കോസ് തീറ്റ ആകും, റൈറ്റ്? പിന്നെ എന്ത് നോക്കണം? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നല്ലേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ്? സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. നോക്കിക്കേ, സൈനും കൊസീക്കും അല്ലെ റെസിപ്രോക്കൽ ഫംഗ്ഷനും. സൈനും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനാണ് പോസിറ്റീവ്. സൈനും കൊസീക്കും പോസിറ്റീവ് ആണ്. therefore will be what? പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് നോക്കിക്കേ, കോസ് ഓഫ് π/2 പ്ലസ് തീറ്റ. π/2 അല്ലേ, അപ്പൊ എന്ത് വരും? സൈൻ തീറ്റ. there is conversion, right? ഇനി അടുത്ത നോക്കിക്കേ, കോസ് ഓഫ് π/2 പ്ലസ് തീറ്റ മനസ്സിലായല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, tan ഓഫ് π/2 plus theta. That will be what? π/2 and conversion ഉണ്ട് അല്ലേ? cot theta എഴുതി.
ഇനി ഇവിടുത്തെ നോക്കിക്കേ, എന്തൊക്കെയാണ് പോസിറ്റീവ് വാല്യൂസ് എന്നുള്ളത്? ഏത് മാത്രമാണ്? സൈനും കൊസിക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ആൻസർ വരത്തുള്ളൂ അല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? ഒബ്വിയസ്ലി മൈനസ് ആയിരിക്കും, ഇതും മൈനസ് ആയിരിക്കും അല്ലെ? ഇനി അടുത്ത് നോക്കിക്കേ, സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ നമ്മൾ കൊടുക്കണം. സൈൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ത് വരും? പൈ എന്ന് പറയുന്നത് ദർ ഇസ് നോ കൺവേർഷൻ, റൈറ്റ്? അപ്പൊ സൈൻ തീറ്റ ഇറ്റ്സെൽഫ്. പിന്നെ എന്ത് നോക്കണം? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. സൈൻ നോക്കണം. സൈൻ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? അപ്പൊ അത് പോസിറ്റീവ് ആക്സിസ്, പോസിറ്റീവ് ആണ്. നെക്സ്റ്റ്, കോസ് ഓഫ് പൈ മൈനസ് തീറ്റ. It will be what? Cos of pi minus theta? Cos theta, right? Doubt undo? Next നോക്കി, tan of pi minus theta. Tan theta itself, right? എന്താ കാരണം? കൺവേർഷൻ ഇല്ല. എന്താണ്? പൈ ആയതുകൊണ്ട് there is no conversion. പിന്നെ നമ്മളൊരു കാര്യം വിട്ടുപോയി. എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം അല്ലേ? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസിക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. സോ what it will be here? Minus cos theta and minus tan theta. ക്ലിയർ ഔട്ട് ആയല്ലോ? ഇനി അടുത്തത് തേർഡ് ക്വാഡ്രന്റ് നോക്കിയാലോ? തേർഡ് ക്വാഡ്രന്റിൽ എന്താണ് നമ്മുടെ മെഷർ? പൈ പ്ലസ് തീറ്റ അല്ലേ? സൈൻ ഓഫ് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു ഹൗ മച്ച്? സൈൻ തീറ്റ ഇറ്റ്സെൽഫ്, റൈറ്റ്? വൈ? ദർ ഇസ് നോ കൺവേർഷൻ ഫോർ പൈ, റൈറ്റ്? ഇനി അടുത്ത എന്ത് വരും? Cos of pi plus theta will be cos theta itself. Next, tan of pi plus theta, tan theta itself, right? ഇനി നമുക്ക് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള സൈൻ ചെക്ക് ഔട്ട് ചെയ്യണം. എന്തായിരിക്കും? ടാനും കോട്ടും അല്ലേ പോസിറ്റീവ്? ടാൻ ആൻഡ് കോട്ട് ആണ് തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ്. നോക്കിക്കേ, അപ്പൊ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കി എന്ത് വരും? നെഗറ്റീവ് ആണ് അല്ലേ? ടാൻ്റെ ടേംസിലുള്ള മാത്രമേ പോസിറ്റീവ്, ബാക്കി നെഗറ്റീവ് സൈൻ ഇട്ടു. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, അടുത്ത എന്താണ് വാല്യൂ? സൈൻ ഓഫ് 3π/2 പ്ലസ് തീറ്റ. π/2 ടേംസിനാണ് അല്ലേ? അപ്പൊ എന്ത് വരും? കോസ് തീറ്റ. കൺവേർഷൻ, there will be conversion, right? Next, cos of 3π/2 plus theta. How much? Sin theta, right? Next, tan of 3π/2 plus theta will be cot theta itself, right? Conversion സംഭവിക്കുന്നു. ഇനി അടുത്തത് വാല്യൂസ് അസൈൻ ചെയ്യാം, അതായത് സൈൻസ് അസൈൻ ചെയ്യാം. എന്താണ് സൈന്? ടാനും കോട്ടും മാത്രമേ പോസിറ്റീവ്. അപ്പൊ ടാൻ പോസിറ്റീവ്, ബാക്കി രണ്ടും നെഗറ്റീവ്. ക്ലിയർ ഔട്ട് ആയല്ലോ? അപ്പൊ തേർഡ് ക്വാഡ്രന്റ് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റ് നോക്കിയാലോ? ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് നോക്കിയേ, ഏതൊക്കെയാണ് ആംഗിൾസ്? 3π/2 plus theta, right? So ഞാൻ സ്പീഡിൽ ഞാൻ അടുത്ത സ്പീഡിൽ എഴുതട്ടെ. tan of 3π/2 plus theta, right? അപ്പം എന്ത് വരും? π/2 ടേംസ് വന്നുകൊണ്ട് there is conversion, will be cos theta, next sin theta, next cot theta, right? പിന്നെ എന്ത് ചെയ്യണം? എന്താ അപ്ലൈ ചെയ്യണം? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ എന്തൊക്കെയാണ് പോസിറ്റീവ്? കോസ് ആൻഡ് സീക് പോസിറ്റീവ് ആണ്. അപ്പോൾ കോസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, റൈറ്റ്? അതർ ടു ആർ നെഗറ്റീവ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, അടുത്ത വാല്യൂ എന്താണ്? സൈൻ ഓഫ് 2π minus theta. Next, cos of 2π minus theta, tan of 2π minus theta. Okay, got it? That is sine of 2π minus theta, cos theta. Next, sorry, pile. അപ്പോൾ എന്താണ്? പൈല് there is no conversion. So sin theta itself, cos theta itself, and tan theta itself, right? Next, we are applying sines. നോക്കിക്കേ, സൈൻ ഏതാണ്? കോസിന് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. That is here it will be positive and the other two terms are negative. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രന്റിലെ വാല്യൂസ്. ഓക്കെ, അപ്പം ഇത് എഴുതി നോക്കുക. ടു സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു ഒറ്റ ഗ്രാഫ് ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ
നമുക്കിത് നോക്കുമ്പോൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പഠിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സോ ഈസിയർ ആയിരിക്കും ഈ ഒരു സെക്ഷൻ മനസ്സിലാവാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ഔട്ട് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, ഈ എക്സസൈസ് 3.2 നമുക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇരുന്നേ പറ്റത്തുള്ളൂ. സോ see you in the next video. Bye. See you.